നമ്മ വീട്ടില് കുറച്ച് ചട്ടിയുണ്ട്. കുറെ എന്തെല്ലോ ഫ്ലവർ പോർച്ചലില്ല ഒരു പ്ലാന്റ് ഷോപ്പിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഗൈസ്. നമ്മളെ മീനയിലുള്ളൊരു പ്ലാന്റ് ഷോപ്പാണ് ഗൈസ്. അപ്പോൾ നമ്മ സീഡ്സും പിന്നെ മണ്ണെല്ലാം വാങ്ങിക്കാനാണ് ഗൈസ് ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ പോർച്ചലും വാങ്ങിക്കുന്നുണ്ട് ഗൈസ്. ഇത് അവർ കുറേ വളർത്തിയ സംഭവങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒലീവാണ് ഗൈസ്. നമുക്കൊന്ന് തുന്നോക്കാം. ഇത് ഈ മരത്തിൽ നിന്ന് വന്നതാ ഗൈസ്. കണ്ടാ ഇതില് ഫുള്ള് അത് പിടിച്ച് നിൽക്കുന്ന ഗൈസ്. കണ്ടോ ഗൈസ്. ഇനി നമുക്ക് ഇതൊന്ന് തുന്നോക്കാം ഗൈസ്. ആകാഞ്ചക്ക് എല്ലാവർക്കും ഒന്ന് കയറ്റി കൊടുത്ത് ഇതിന് ഉപ്പും വെള്ളത്തിലിട്ട് തിന്നാനേ കൊള്ളൂ. അല്ലാതെ വെറുതെ കണ്ടോ നമ്മ ഇവിടുന്ന് എന്തെല്ലോ വാങ്ങിക്കാൻ വന്നേ സീറ്റ്സിലും. ഇതേപോലത്തെ പുളിപ്പില് ആരും വാങ്ങൂല ഗൈസ്. ഈ പ്ലാന്റ്സിനെല്ലാം കണ്ടിട്ട് എടുക്കാനൊരു കൊതിയാണ് ഗൈസ്. അത്രയ്ക്ക് നല്ല പ്ലാന്റ്സ് എല്ലാമാണ് ഗൈസ് ഇവിടെ ഇവർ വളർത്തി വെച്ചിരിക്കുന്നത്. കുറേ മാസം കഷ്ടപ്പെട്ടിട്ട് ഇവർ വളർത്തി വെച്ചെന്ന് മനസ്സിലായി ഗൈസ്. കുറേ ട്രീസെല്ലാം വന്നിട്ടുണ്ട് ഗൈസ് നമ്മളെ മീനിത്തെ പ്ലാന്റ് ഷോപ്പിൽ. കുറേ ട്രീസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ട്രീകളിലും ഗൈസ് ഒന്ന് മാത്രമല്ല ഗൈസ്. ഇവിടെ കുറേ പ്ലാന്റ് ഷോപ്സ് ഉണ്ട്. അവിടെ എല്ലാം നമ്മൾ കയറുന്നുണ്ട് ഗൈസ്. കണ്ടോ ഗൈസ്. ഇതെല്ലാം വേറെ സ്ഥലത്തെ പ്ലാന്റ്സ് ആണ് ഗൈസ്. നിങ്ങൾ ആദ്യമേ കണ്ട സ്ഥലമൊന്നുമല്ല ഗൈസ്. ഇത് വേറെ സ്ഥലത്തുള്ള പ്ലാന്റ്സ് ആണ്. നോക്കട്ടെ സെറ്റ് സംഭവം ഗൈസ്. നമ്മളെ മല്ലിച്ചപ്പും ഗ്രീൻ ചില്ലിയും വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. പക്ഷെ നമ്മ വേറെ ഏതെങ്കിലും സീഡ് ഉണ്ടോ നോക്കാൻ പോകുന്നത് ഗൈസ്. ഇതിനൊക്കെ നല്ല സ്പെഷ്യൽ സീഡ് ഉണ്ടെന്ന് നോക്കുന്നത്. ഹായ് ഗൈസ്. നമ്മളെ ഈഗിളിനെ കണ്ടിട്ടുണ്ട്. പുതിയ നമ്മളെ പെറ്റാണ് ഗൈസ്. നമ്മൾ പുതിയ വാങ്ങിച്ചതാണ്. ഇപ്പൊ വാങ്ങിച്ചു വെച്ചത്. പക്ഷെ നമ്മ ഇതിനെ കുളിക്കും. പക്ഷെ നമ്മ ഇതിനെ കൊണ്ടു ഇതിന് ജീവനില്ല. കണ്ണെല്ലാം തൊട്ട ഇത് യെല്ലോ പെയിന്റ് ആണ് ഗൈസ്. യെല്ലോ പെയിന്റ് ഗൈസ്. വെറും ഫേക്ക് സ്റ്റാച്ചു ആണ് ഗൈസ്. നിങ്ങൾക്ക് സൗണ്ട് കേട്ടാ തന്നെ മനസ്സിലാക്കാം. കണ്ട ഗൈസ്. ഇല്ല ഫാനാണ്. പിന്നെ ഇത് കണ്ടോ നമ്മളെ കിളിക്കാൻ പറ്റിയാണ് ഗൈസ്. ലവ് ബേർഡ്സ് ഇല്ലവരെല്ലാം ഇത് മസ്റ്റായിട്ട് വാങ്ങിച്ചോ ഗൈസ്. ഇവിടെ ഒരു കോഴി ഉണ്ട് ഗൈസ്. കോഴി മുട്ടിരുന്ന കൊക്കരെ കോഴി ഗൈസ്. നമ്മളിങ്ങനെ ഇതാണ് സാധനം. ഗൈസ് കണ്ടാ ഒട്ടകം ഗൈസ്. ഇവിടെ ഒട്ടകങ്ങളുണ്ട് ഗൈസ്. ഇതിന്റെ മുകളിൽ ചൂച്ചൂക്കി ഇരുന്ന് സഫാരി ചെയ്യാം. ഇത് എന്നെക്കാളും ചെറുതായിക്കൊണ്ട് അടിപൊളി ചത്ത പോവും ഗൈസ്. നമ്മ ഇവിടെ ഒരു വാട്ടർഫോൾ കണ്ടിട്ടുണ്ട്. ഇതിന്റെ ഓഡിറ്റോറിയത്തിലും സ്റ്റേഡിയത്തിലെല്ലാം വെക്കുന്നുണ്ട്. ഇവിടെ കാട്ടുവാസിയുടെ സ്ഥലത്തൊന്നും വെച്ചാൽ നടക്കൂല ഗൈസ്. നല്ല സ്ഥലമാണ് ഗൈസ്. ഇതില് കൂടി ഫുള്ള് വള്ളങ്ങൾ തെറിക്കുന്നു. ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ടാക്കീസ് എല്ലാം ബ്ലൂ ടാക്കീസ് ആണ് ഗൈസ്. നമ്മളെ ക്യാമറമാൻ ഉണ്ടോ ഗൈസ്. നമുക്കാദ്യം ട്രൈ ചെയ്യാം. ക്യാമറമാൻ അല്ലാത്ത ചോദിച്ചു വയലാദ്യം വെക്കുമ്പോൾ കുറച്ച് പുളിപ്പും അങ്ങനത്തെ ഒരു ടെക്സ്ചർ. അത് കഴിഞ്ഞാൽ പിന്നെ സ്പൈസി തുടങ്ങണം ഗൈസ്. അങ്ങനെ വരുന്ന ഗൈസ് കേട്ടോ. എൻ്റെ ഉള്ളിലും കണ്ടോ നമ്മളെ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്.